ഹല്ലേലൂയ. ദൈവനാമത്തിൽ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സ്തോത്രം എൻ്റെ പ്രിയ കൂട്ടുകാരുമായിട്ടും ഹല്ലേലൂയ, എൻ്റെ പ്രിയ സഹോദരൻ എല്ലാവരുമായിട്ടും ഹല്ലേലൂയ, ദൈവത്തിൻ്റെ വചനം അല്പം ഷെയർ ചെയ്യുവാൻ തക്കണം ഞാൻ ആഗ്രഹിക്കുന്നു. വീണ്ടും വരുന്നതിനായ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. കർത്താവ് നമ്മളെല്ലാം ഒരുപോലെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്, കർത്താവേ, എനിക്ക് നിൻ്റെ വചനം പറയുവാൻ തക്കണം എപ്രകാരമാണ് സാധിക്കുന്നത്. വലിയ വചനം പറയുവാനുള്ള ജ്ഞാനമോ കഴിവോ ഒന്നുമില്ല. നമ്മുടെ ഇടയിൽ അനേക സുവിശേഷ പ്രവർത്തകരുണ്ട്. എന്നാൽ ഞാൻ ആഗ്രഹിക്കുന്നു ഒരാളുമായിട്ടെങ്കിലും എനിക്ക് ഷെയർ ചെയ്യുവാൻ തക്കണം കഴിഞ്ഞിരുന്നുവെങ്കിൽ. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു ചിന്താഗതിയായിരുന്നു, ഇപ്രകാരം ഒരു സംവിധാനമുണ്ട്, ഫേസ്ബുക്കോ അത് ഒക്കെ നമുക്ക് വചനം റെക്കോർഡ് ചെയ്ത് അങ്ങനെ ഒരാൾക്കെങ്കിലും അതിൽ വചനം പ്രയോജനകരമായി തീരുന്നെങ്കിൽ, ആശ്വാസകരമായി തീരുന്നെങ്കിൽ അത് ഏറ്റവും നല്ലതെന്ന് ഞാൻ ചിന്തിക്കുവാൻ നോക്കണം ഇടയായിത്തീർന്നു. ഹല്ലേലൂയ. സ്തോത്രം. പ്രകാരം ഇതിനു വേണ്ടി ഞാൻ തയ്യാറെടുക്കുന്നു. ഹല്ലേലൂയ. നമ്മളെല്ലാം ഒരുപോലെ ദൈവം കാത്ത് സൂക്ഷിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. സ്തോത്രം. നമുക്ക് അല്പസമയത്തെ വചന ചിന്താഗതിക്കായിട്ട് ഹല്ലേലൂയ, നെഹമ്യാവിൻ്റെ പുസ്തകം ഹല്ലേലൂയ. സ്തോത്രം. 6-ാം അധ്യായം 15-16 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. നെഹമ്യാവ് 6-ാം അധ്യായം 15-16 വാക്യങ്ങൾ. അതിനകത്ത് ഇപ്രകാരം എഴുതിയിരിക്കുന്നു: ഇങ്ങനെ മതിൽ 52 ദിവസം പണിത് ഏലൂൽ മാസം 25-ാം തീയതി തീർത്തു. ഞങ്ങളുടെ സകല ശത്രുക്കളും അത് കേട്ടപ്പോൾ ഞങ്ങളെ ചുറ്റുമുള്ള ജാതികൾ ആകെ ഭയപ്പെട്ടു. അവർ തങ്ങൾക്ക് തന്നെ അല്പന്മാരായി തോന്നി. ഈ പ്രവൃത്തി ഞങ്ങൾ ദൈവത്തിന്റെ സഹായത്താൽ സാധ്യമായി എന്ന് അവർ ഗ്രഹിച്ചു. ഹല്ലേലൂയ. സ്തോത്രം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ധന്യവാനും വിശ്വസനീയമായ നല്ല സ്വർഗ്ഗപിതാവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്തു. വചനം അങ്ങയുടേത്, അടിയങ്ങളും അങ്ങയുടേത്. കേൾക്കുന്നതിൻ്റെ മക്കൾക്കും പറയുന്ന അടിയനും കർത്താവ് ഇത് ഒരുപോലെ അനുഗ്രഹമായി തീരണം. അടിയനും ഞാനോ കഴിവോ ഒന്നുമില്ല, എന്നാൽ എൻ്റെ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കൃപ കൂടെ ഇരിക്കുമാറാണ്. സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. എനിക്ക് വചനം പറയുവാനൊന്നും അറിയത്തില്ല, പോരായ്മകളൊക്കെയും ഉണ്ടാവാം. ഹല്ലേലൂയ. എന്നാൽ പ്രിയ സഹോദരങ്ങൾ എന്നോട് ക്ഷമിക്കണമെന്ന് ഞാൻ മുൻകൂട്ടി പറയുകയാണ്. സ്തോത്രം. ഇതിനകത്ത് കാണുന്ന നെഹമ്യാവിൻ്റെ വചനമാണിത്. അതിനകത്ത് അവൻ എഴുതിയിരിക്കുകയാണ്: ഇങ്ങനെ മതിൽ 52 ദിവസം പണിത് ഏലൂൽ മാസം 25-ാം തീയതി പണി തീർത്തു. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. അവരുടേതായ മതിലിൻ്റെ അവസ്ഥ, അവർ കിടന്നിരുന്നതായ ഒരു അവസ്ഥയാണ് ഹല്ലേലൂയ ആദ്യമേ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. അതിനായിട്ട് നെഹമ്യാവിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലേണ്ടതായിട്ടുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. 1-ാം അധ്യായത്തിൽ അതിൻ്റെ 3-ാമത്തെ വാക്യം തൊട്ട് നമ്മൾ നോക്കിയാൽ കാണാം. ഹല്ലേലൂയ. അവർ എന്നോട് കുറച്ച് പേര് ഹല്ലേലൂയ നെഹമ്യാവിനോട് സംസാരിക്കുകയാണ്. തങ്ങളുടേതായ പൂർവ്വപിതാക്കന്മാരുടെ അവസ്ഥയെപ്പറ്റിയും ഇപ്പോഴത്തെ അവസ്ഥയെപ്പറ്റിയും ഒക്കെ നെഹമ്യാവിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഹല്ലേലൂയ. പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞുപോയ ശേഷിപ്പ് അവിടെ ആ സംസ്ഥാനത്ത് മഹാകഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്നു. യെരൂശലേമിന്റെ മതിൽ ഇടിഞ്ഞും അതിന്റെ വാതിലുകൾ തീ വെച്ച് ചുട്ടും കിടക്കുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. യെരൂശലേമാരായ ഇസ്രായേൽ മക്കൾ വീണ്ടെടുക്കപ്പെട്ട ചില മക്കൾ താമസിക്കുന്നവർ ദൈവത്തിൻ്റെതായ വീണ്ടെടുപ്പിന്റെ അവസ്ഥയൊക്കെയും അറിഞ്ഞ് അനുഭവിച്ച് ഹല്ലേലൂയ കടന്നു വന്ന ദൈവത്തിന്റെ മക്കളാണ്. എന്നാൽ അവർ ഇന്നത്തെ അവസ്ഥ എന്തുവാ? ദൈവം കഴിഞ്ഞ കാലങ്ങളിൽ അവരെ വിടുവിച്ച്, എന്നാൽ വിടുവിച്ച് അവർ മഹാകഷ്ടതയിലായിരുന്നു. നമുക്ക് പുറപ്പാട് പുസ്തകങ്ങൾ വായിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. സ്തോത്രം. അവർ മിസ്രയീമിന്റെ അടിമത്തത്തിൽ നിന്ന് ഹല്ലേലൂയ നാൾക്ക് നാൾ അവർ കിടന്ന് കഷ്ടപ്പെട്ടു. ആണ്ടുകൾ അവർ കഷ്ടപ്പെട്ടു. ഫറവോന്റെ അടിമത്തത്തിൽ അവർ കിടന്ന് ഞെരുങ്ങി ഹല്ലേലൂയ അവർ കിടന്നിരുന്ന അനുഭവം. ഹല്ലേലൂയ. സ്തോത്രം. ആ അനുഭവത്തിൽ അവർ കരഞ്ഞ് നിലവിളിച്ച് ദൈവത്തോട് നിലവിളിച്ചുകൊണ്ടാണ് അവർ ഓരോ ദിവസവും അവരുടേതായ കഷ്ടതയിൽ കൂടി കടന്നുപോയത്. ഹല്ലേലൂയ. അപ്പോഴും ദൈവത്തിന് എന്താണ്, വർഷങ്ങളോളം ആ ജനതയോട് ദൈവം മുഖം തിരിച്ചു തന്നെ ഇരിക്കുവാൻ നമ്മുടെ. എന്നാൽ അവരെ ഏറിയ നിലവിളി കേട്ട് സ്വർഗത്തിലെ ദൈവത്തിന് അവരോട് കരുണ തോന്നുവാൻ ഇടയായി തീരുകയാണ്. ആ ദൈവം അവിടെ അതിനുവേണ്ടി മോശയെ എഴുന്നേൽപ്പിക്കുകയാണ്. മോശയോട് സ്വർഗത്തിലെ ദൈവം സംസാരിക്കുകയാണ്: എൻ്റെ ഇസ്രായേൽ മക്കളുടെ നിലവിളി ഞാൻ കണ്ടു. ഹല്ലേലൂയ. അവരുടെ കഷ്ടത ഞാൻ കണ്ടു. അവരുടെ നിലവിളി ഞാൻ കേട്ടു. ഹല്ലേലൂയ. പ്രിയ ദൈവത്തിന്റെ പൈതലേ, നീ എത്ര കഷ്ടതയിൽ കൂടി കടന്നുപോയാലും ഒരുപക്ഷെ ഇന്നും നിന്റെ വിടുതല സമയമായിരിക്കുകയില്ല. എന്നാൽ ഒരു ശുഭഭാവി നിനക്ക് വരും നിശ്ചയം. അതിനുവേണ്ടി നീ കാത്തിരിക്കുവാൻ തയ്യാറാകുന്നെങ്കിൽ ഇപ്രകാരം ഇസ്രായേൽ മക്കളെ വിടുവിക്കുവാൻ വേണ്ടി ദൈവം ഒരു സന്ദർഭം ഒരുക്കി വെച്ചു. അവർ ഏറിയ നാൾ നിലവിളിച്ചു, ഏറിയ നാൾ അവർ കരഞ്ഞു. ഹല്ലേലൂയ. അതിനുശേഷമാണ്
സ്വർഗത്തിലെ ദൈവം വാസ്തവമായിട്ട് മനസ്സിലാക്കി എന്താണ് അവരെ നിലവിളി അവർക്ക് അങ്ങേയറ്റം സഹിക്കാൻ പയ്യാഞ്ഞിട്ടാണ് അവർ നിലവിളിയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുന്നത് എന്ന്. ഹല്ലേലൂയ സ്തോത്രം. അവരെ നിലവിളി കേൾക്കുമ്പോഴറിയാം. ഒരുപക്ഷെ നമ്മൾ ഇന്ന് പലരും നിലവിളിക്കുന്ന അനുഭവം എന്താണ്? ഇന്ന് എൻ്റെ മുൻപിൽ ഒരു പ്രതിയോഗിയുണ്ട്, ആ പ്രതിയോഗി എനിക്ക് മാറിക്കിട്ടണം. സ്വർഗത്തിലെ ദൈവത്തിന് അറിയാൻ ചില കാര്യങ്ങൾ എന്താണ് നമുക്ക് ഓൺ ദ സ്പോട്ടിൽ വിടുതൽ കിട്ടേണ്ട വിഷയങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും സ്വർഗത്തിലെ ദൈവം ഓൺ ദ സ്പോട്ടിൽ തന്നെ വിടുതൽ തരുവാൻ്റെ ഒക്കെ നമ്മുടെ തരും. എന്നാൽ സാരമില്ല, അത് കുറച്ചുകൂടി കഴിഞ്ഞാലും ആ വിടുതൽ ലഭിച്ചാലും നമുക്ക് അതിന് മുമ്പ് യാതൊരു ദോഷവും ഇല്ല, നമുക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിയും. അതിന് മുൻപില്ല യാതൊരു പ്രതികൂലവും നമ്മുടെ ജീവിതത്തിൽ വരികയില്ല എന്നും സ്വർഗത്തിലെ ദൈവത്തിനറിയാം. അങ്ങനെയുള്ള വിഷയങ്ങൾക്ക് മുൻപിൽ തീർച്ചയായിട്ടും നമുക്കൊരു വിടുതലിന് താമസമുണ്ടാകും. എന്തിനാണത്? നമുക്ക് പ്രാർത്ഥിപ്പാനും ദൈവസന്നിധി ജാഗ്രതയോടെ ഇരിക്കുവാനും ഇതൊക്കെ ഉണമാണ്. വളരെ അനുഭവമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ഹല്ലേലൂയ. ഈ വിഷയങ്ങളിലെല്ലാം ഹല്ലേലൂയ എനിക്ക് ഓൺ ദ സ്പോട്ടിൽ വിടുതൽ കിട്ടേണ്ടതായ വിഷയങ്ങളുടെ മുമ്പിൽ സ്വർഗത്തിലെ ദൈവം എനിക്ക് ഹല്ലേലൂയ അതിശയകരമായി ഞാൻ പോലും അറിയാത്ത രീതിയിൽ തന്നെ സ്വർഗത്തിലെ ദൈവം എനിക്ക് വിടുതൽ തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഞാൻ ഇപ്പോൾ താമസിക്കുന്ന ബഹറിൻ്റെ പ്രദേശത്താണ്. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ നേഴ്സിംഗ് പഠിക്കുന്ന സമയത്ത് പോലും ഞാനൊരു ഹല്ലേലൂയ 350 രൂപയ്ക്ക് വേണ്ടി ഞാൻ ഭാരപ്പെട്ടു. ഹല്ലേലൂയ എനിക്ക് ഫീസ് കൊടുക്കണം. ഞാൻ നേഴ്സിംഗ് പഠിച്ചതുപോലെ ലോൺ എടുത്താണ് പഠിച്ചത്. എന്നെ കേൾക്കുന്ന എൻ്റെ കൂട്ടുകാർക്കറിയാം, ലോൺ എടുത്താണ്. എന്നാൽ ഹല്ലേലൂയ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു എക്സ്ട്രാ പേയ്മെൻറ്റ് അതൊക്കെ വന്നു കഴിഞ്ഞാൽ അടയ്ക്കുവാനൊക്കെ നിവർത്തിയില്ല. ഹല്ലേലൂയ സ്തോത്രം. എൻ്റെ മാതാവ് വളരെയധികം കഷ്ടപ്പെട്ട് ഞങ്ങളെ പഠിക്കും. എന്നാൽ ഫീസ് കൊടുക്കാനൊന്നും നിവർത്തിയില്ലാത്തതുകൊണ്ട് ലോൺ എടുക്കേണ്ട അവസ്ഥ വന്നു. ഹല്ലേലൂയ. എന്നാൽ എപ്രകാരം ഇടയ്ക്കൊരു ഫീസ് ഇടയ്ക്കൊരു 340 ദിനാറിൻ്റെ കോളേജിൽ ആവശ്യം വന്നു. 340 രൂപയുടെ എപ്രകാരം അടയ്ക്കുമെന്ന് ഭാരപ്പെട്ടിരുന്നപ്പോൾ ഹല്ലേലൂയ എന്നാൽ ആ ബാംഗ്ലൂരിൻ്റെ പ്രദേശത്ത് ഞാൻ പോലും അറിയാത്ത ഏതോ ഒരു വ്യക്തി ഹല്ലേലൂയ എനിക്ക് വേണ്ടി 500 രൂപ അയച്ചു തരുവാൻ നോക്കണം ഇടയായിത്തീർന്നു. ഹല്ലേലൂയ ഞാൻ അറിയുന്നില്ല ആ വ്യക്തി ആരെന്ന്. എൻ്റെ വാർഡൻ മാഡം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അവരെല്ലാ ലെറ്ററും പൊട്ടിച്ചേർത്ത് തരത്തിനെടുക്കെ പറഞ്ഞു ഈ വ്യക്തി ആരാ? ഞാൻ പറഞ്ഞു മാഡം എനിക്കറിയത്തില്ല. ആ ലെറ്ററിൻ്റെ ഫ്രം അഡ്രസ് വെച്ചിരിക്കുന്നത് ഞാനെന്ന് മാത്രം. എന്നെ ഓർക്കുമ്പോഴൊക്കെയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് വേണ്ടി മാത്രമേ വെച്ചിട്ടുള്ളൂ. പറഞ്ഞു കഴിഞ്ഞ രാത്രി ഞാൻ കിടന്നുറങ്ങുവാൻ കിടന്നപ്പോൾ എൻ്റെ കയ്യിൽ ബാക്കി ഇത്രയും പൈസയുണ്ട്, എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ ഇരുന്നപ്പോൾ സ്വർഗത്തിലെ ദൈവം എനിക്ക് കാട്ടിത്തന്ന അഡ്രസ്സായത് ഈ വ്യക്തി ഈ പൈസയ്ക്ക് വേണ്ടി ഭാരപ്പെടുന്നു, നീ അയച്ചു കൊടുക്കാൻ. എനിക്ക് നിന്നെ അറിയത്തില്ല, നിനക്ക് എന്നെയും അറിയത്തില്ല, എന്നാൽ ഞാൻ ഈ പൈസ നിനക്ക് അയച്ചു തരുന്നു, നിന്റെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുക എന്ന് പറഞ്ഞ് ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് ഞാൻ ആ വ്യക്തിയെ വളരെ വേദനയോടെ ഓർത്ത് ഭാരപ്പെട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. കാരണം ഞാൻ വളരെയധികം കാണുവാൻ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണത്. എന്നാൽ എനിക്ക് കാണുവാൻ തക്കോടെ ഇന്നുവരെയും കഴിഞ്ഞിട്ടില്ല. എങ്കിലും പ്രാർത്ഥനയിൽ ഹല്ലേലൂയ പ്രിയപ്പെട്ട ഏത് വ്യക്തിയായാലും ആ വ്യക്തിയെ ഞാൻ ഓർക്കുന്നു, പ്രാർത്ഥിക്കും. ദൈവം എവിടെയായിരുന്നാലും അനുഗ്രഹിക്കട്ടെ. അതാണ് ഞാൻ പറയുന്നത്, നമ്മുടെ ഓൺ ദ സ്പോട്ടിൽ നമുക്കൊരു വിഷയത്തിന് ആവശ്യമുണ്ടോ അതിൻ്റെ മേൽ പ്രവർത്തിക്കുന്നതാണ് സ്വർഗത്തിലെ ദൈവം. അത് മാത്രമല്ല അങ്ങനെ പല വിഷയങ്ങൾ ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നിടത്ത് ഹോസ്പിറ്റലിലായി പല സന്ദർഭങ്ങളും കിടക്കാം. എന്നാൽ ആ സമയത്ത് വിടുതൽ തരേണ്ട വിഷയത്തിന് സ്വർഗത്തിലെ ദൈവം ആ സമയത്ത് തന്നെ വിടുതൽ തന്നിട്ടുണ്ട്. എന്നാൽ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വിസയില്ലാതെ ഹല്ലേലൂയ ഞാനൊരു 5-6 വർഷത്തോളം കാത്തിരുന്നു. എൻ്റെ ഇളയ കുഞ്ഞിന് അഡ്മിഷൻ കിട്ടാതെ ഞാൻ കാത്തിരുന്നു. 6 വർഷത്തോളം അവനെ സ്കൂളിൽ വിടാൻ തക്കണം. 1ാം ക്ലാസ്സിൽ ആദ്യമായിട്ട് അവനെ വിടുന്നു, അവനെ വീട്ടിലിരുത്തി പഠിപ്പിച്ച് അങ്ങനെ ഞാൻ വളരെയധികം കഷ്ടപ്പെട്ടു. കുഞ്ഞിനെ നാട്ടിൽ പോലും കൊണ്ടത് 6 വർഷക്കാലം ഞാൻ ഇവിടെ നിർത്തി. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വിസ ഇല്ലാത്ത അനുഭവങ്ങളും. എന്നാൽ ദൈവത്തിൻ്റെ ആ വിസ ഇല്ലാതെ 6 വർഷക്കാലം ഇവിടെ നിന്നിരുന്നാൽ എനിക്കൊന്നും സംഭവിക്കില്ല എന്ന് സ്വർഗത്തിലെ ദൈവത്തിന് മുൻകൂട്ടി അറിയാവുന്നത് കൊണ്ട് മാത്രമാണ് കർത്താവ് അതിൻ്റെ മേലെ ഒരു തടസ്സം എന്താണെന്ന് എന്തുകൊണ്ട് പ്രാർത്ഥിച്ച് ജാഗ്രതയോടെ നമുക്ക് കാത്തിരിക്കുമെന്നൊക്കെ കഴിയും. എന്നാൽ നമുക്ക് അതിൻ്റെ മേലെ ഒരു ദോഷം വരുമെന്ന് കണ്ടാൽ സ്വർഗത്തിലെ ദൈവം കൊണ്ട് സ്പോട്ടി വിടുതൽ തരും. എന്നാൽ അങ്ങനെയുള്ള വിഷയങ്ങൾ കടന്നു വന്നപ്പോഴും തീർച്ചയായിട്ടും എനിക്ക് പറയുവാനൊക്കെ കഴിയും ഈ സ്വർഗത്തിലെ ദൈവം ആ സന്ദർഭങ്ങളിലുള്ള വിടുതൽ എനിക്ക് തന്നിട്ടുണ്ട്. അപ്പോഴും ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, എൻ്റെ സ്വർഗത്തിലെ ദൈവമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പെട്ടെന്ന് ചില കാര്യങ്ങൾക്ക് നീ എനിക്ക് വിടുതൽ തരുന്നു, താമസം വരുമെന്ന് പ്രതീക്ഷിക്കുന്ന വിഷയം ഞാൻ വളരെ തകർന്നു പോകും. എന്നാൽ എനിക്ക് കർത്താവ് പെട്ടെന്നൊരു വിടുതൽ വേണം. അങ്ങനെയുള്ള വിഷയങ്ങൾക്ക് എനിക്ക് പെട്ടെന്ന് എൻ്റെ ജീവിതത്തിൽ വിടുതലുകൾ തരികയാണ്. ഹല്ലേലൂയ. എന്നാൽ ഞാൻ നാളുകളായി പ്രാർത്ഥിക്കുന്ന വിഷയം എൻ്റെ കുഞ്ഞുങ്ങളുടെ വിസയുടെ വിഷയങ്ങളൊക്കെ, എന്നാൽ അതിൻ്റെ മേലൊക്കെയും കാലങ്ങൾ താമസമെടുത്തു. പക്ഷെ ഒന്നും ദോഷത്തിനല്ല, നന്മയ്ക്ക് അത്രയായിരുന്നു എന്ന് ഹല്ലേലൂയ പിന്നീട് എൻ്റെ ജീവിതം എന്നെ പഠിപ്പിക്കുവാനൊക്കെ നമ്മുടെയായി തീരുന്നു. ഹല്ലേലൂയ സ്തോത്രം. എൻ്റെ കൂട്ടുകാർക്കറിയാം ഞാൻ പഠിച്ചിരുന്നത് ലോൺ എടുത്ത് വളരെയധികം കഷ്ടപ്പെട്ട് പഠിച്ചിരുന്നെങ്കിലും എൻ്റെ കൂട്ടുകാരിൽ പരമായിട്ട് എൻ്റെ സ്വർഗത്തിലെ ദൈവം ആനന്ദ തൈലം കൊണ്ട് എന്നെ നിറയ്ക്കുവാനൊക്കെ നമ്മുടെയായി തീർന്നു. അവരുടെ കൂട്ടത്തിൽ നിന്ന് ആദ്യം തന്നെ 32 പേരുള്ള ബാച്ചിൽ നിന്നും ആദ്യം തന്നെ എൻ്റെ വിവാഹം കഴിയുവാനും ആദ്യം തന്നെ ഗൾഫിൻ്റെ ദേശത്ത് എത്തപ്പെടുവാനും ആദ്യമായി എനിക്ക് 2 തലമുറകളെ തരുവാനും സ്വർഗത്തിലെ ദൈവനെ മാനിച്ച വിധങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ
സ്തുതിക്കുകയാണ്. ഹാലലിയ സ്തോത്രം. എല്ലാവരും നിന്ദിച്ചാലും മാനിക്കുന്ന ഒരു സ്വർഗത്തിലെ ദൈവമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്രകാരമായി ഇസ്രായേൽ മക്കളുടെ നിലവിളി സ്വർഗത്തിലെ ദൈവം കേട്ടുവെങ്കിൽ, അവരെ വിടുവിച്ചുവെങ്കിൽ, ഈ കാലഘട്ടങ്ങളിൽ നമ്മളും നിലവിളിക്കുവാൻ തക്കോണം ഇടയായി തീരുന്നുവെങ്കിൽ പ്രയാസപ്പെടേണ്ട ദൈവത്തിന്റെ മക്കളെ, ഹാലലിയ, നിങ്ങൾക്ക് ഉടനെ വിടുതൽ കിട്ടേണ്ട വിഷയങ്ങളാണോ? അതിനും ദൈവം വിടുതൽ തരും. എന്നാൽ നിന്നെ കാത്തിരിപ്പിക്കേണ്ടത് വിഷയങ്ങളാണോ? അതിനും ദൈവം കാത്തിരിപ്പിക്കും. നമുക്കറിയാം യോസഫിന്റെ അനുഭവത്തിൽ കൂടെ കടന്നു ചെന്നാലും യോസഫിന് ദൈവം വാഗ്ദത്തം കൊടുത്തിരിക്കുന്നതാണ്. എന്താണ്? ദർശനക്കാരൻ എന്നാണ്, സഹോദരൻ സ്വപ്നക്കാരൻ എന്നാണ് സഹോദരങ്ങൾ പോലും അവനെ വിശേഷിപ്പിച്ചിരുന്നത്. എന്തുകൊണ്ടാണ്? അവന് ദൈവം ദർശനങ്ങളെ കൊടുത്തു. സഹോദരന്മാരും പിതാക്കന്മാരും ഒക്കെയും അവനെ സേവിക്കുന്ന, അവനെ വണങ്ങുന്നതായിട്ടുള്ള ദർശനങ്ങളെ അതൊക്കെയും സഹോദരന്മാരോട് അവൻ പ്രസ്താവിച്ചപ്പോൾ അവരവനെ ശത്രുവായിട്ട് അവനെ കളയുവാൻ തോക്കണം, വിറ്റ് കളയുവാൻ തോക്കണം. അവൻ കടന്നുപോയ അനുഭവങ്ങൾ, മിസ്രൈമിന്റെ രാജാവിന്റെ സന്നിധിയിൽ അവൻ എത്തപ്പെട്ടു. അവിടുത്തെ രണ്ടാമനായി അവനെ പ്രഖ്യാപിക്കുവാനും അവൻ കണ്ട സ്വപ്നം പോലെ തന്നെ പിതാവും സഹോദരങ്ങളെല്ലാം വന്ന് അവന്റെ മുൻപിൽ മുട്ടുമടക്കുവാനും അവന്റെ സന്നിധി വരുവാനും ഒക്കെയും സ്വർഗത്തിലെ ദൈവം ആ സ്വപ്നം നിവൃത്തിയാക്കുവാൻ തൊക്കെ ഇടയായി തീർന്നു. എന്നാൽ ആ സ്വപ്നത്തിന് നിവൃത്തിയിലേക്ക് അവൻ പെട്ടെന്ന് 1-2 വർഷങ്ങൾക്കുള്ളിൽ കടന്നു വരികയല്ല, കാലങ്ങൾ കാത്തിരിക്കേണ്ടതായിട്ട് വന്നു. ഹാലല്, അതാണ് ദൈവത്തിന്റെ മക്കളെ. ദൈവത്തിന് അറിയാം നമ്മുടെ ജീവിതത്തിൽ എത്ര കാലങ്ങൾ കാത്തിരിക്കേണ്ട വന്നാലും. ഹാലല്, നമ്മുടെ അനുഭവങ്ങൾ നമ്മൾ എപ്രകാരം പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ദൈവ പൈതല്ല. തീർച്ചയായിട്ടും പിടിച്ചു നിൽക്കുവാനുള്ള കൃപയും ദൈവം തരും. നമ്മളുടെ നെഹമ്യാവിന്റെ പുസ്തകമാണ് കണ്ടത്. അപ്പൊ അപ്രകാരം ഇസ്രായേൽ മക്കളെ വിടുവിച്ച് കൊണ്ടുവന്ന സ്വർഗത്തിലെ ദൈവ ഹാലലിയ, അവര് അവസാനം അവരെ ജീവിതത്തിൽ വിടുതലുകളൊക്കെയും കണ്ടു കേട്ടു. അവർ ദൈവത്തെ ദൂഷിച്ചു, നിന്ദിച്ചു, അങ്ങനെ പല അനുഭവങ്ങളെ കടന്നു. അവർ പലയിടത്തായി ചിന്ന ഭിന്നമായി താമസിക്കേണ്ട ഒരു അനുഭവങ്ങൾ വന്നു. അപ്പോഴാണ് നെഹമ്യാവ് ദൈവത്തിന്റെ സന്നിധിയിൽ, രാജാവിന്റെ സന്നിധിയിലൊക്കെയും ആയിരിക്കുന്നവനാണ്. അവന്റെ അടുക്കൽ അവിടെയൊക്കെയും കാണുവാൻ പോയി കടന്നു വന്ന ആൾക്കാർ പറയാണ്, നമ്മുടെ ഇന്ന ആൾക്കാർ യെരൂശലേം നിവാസികൾ അവരായിരിക്കുന്ന ഇന്നത്തെ അനുഭവം എന്താണ്? അവര് മഹാകഷ്ടത്തിലും നിന്നയിലും അപമാനത്തിലുമായിരിക്കുന്നു. പ്രിയ ദൈവത്തിന്റെ പൈതലെ, നീ എന്നും നിന്നയിലും കഷ്ടത്തിലും അപമാനത്തിലുമായിരിക്കുവാനല്ല, ദൈവം നിന്നെ കാണുന്ന ഒരു ദിവസമുണ്ട്. നിനക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ ദൈവം ഓരോ കാലഘട്ടങ്ങളിൽ ദൈവം നമുക്ക് പഴയ കാലങ്ങൾ തൊട്ട് നോക്കിയാൽ ഓരോ കാലഘട്ടങ്ങളിൽ തന്റെ ജനങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുവാനും പ്രാർത്ഥിക്കുവാനും അവർക്ക് വേണ്ടി അവരെ ഒരുക്കുവാൻ ഓരോരുത്തരെയായിട്ട് വിളിച്ച് വേർതിരിച്ചിട്ടുണ്ട്. അപ്രകാരം തന്നെ ഹാലലുയ നമുക്ക് കാണുക. ഈ കാലഘട്ടത്തിൽ ദൈവം തിരഞ്ഞെടുത്താണ് നെഹമ്യാവിനെ. എന്തുകൊണ്ടാണ്? തന്റെ പൂർവ്വപിതാക്കന്മാരുടേതായ ചില പാരമ്പര്യങ്ങൾ, പൂർവ്വപിതാക്കന്മാരുടേതായ ചില ശേഷിപ്പുകൾ, ഇസ്രായേൽ മക്കളുടെ ചില ശേഷിപ്പുകൾ ഒരു സ്ഥലത്ത് നിന്നുള്ള അപമാനങ്ങളും ഏറ്റു മഹാകഷ്ടത്തിൽ കിടക്കുന്നു. കേട്ടപ്പോൾ അവൻ തകരുവാൻ തൊക്കെ ഇടയായിത്തീർന്നു. അവൻ ദൈവസേന അവർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിപ്പാൻ തൊക്കെ ഇടയായിത്തീർന്നു. യെരൂശലേമിന്റെ മധ്യ തീ വെച്ചു അതിന്റെ കഷ്ടത കിടന്നറിഞ്ഞപ്പോൾ അവന് ഏറ്റവും കരഞ്ഞു, കുറെ ദുഃഖിച്ചു, ഉപവസിച്ചുകൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. മഹാനും ഭയങ്കരനുമായ ദൈവമേ, നിന്റെ ദാസന്മാരായ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി രാവും പകലും നിന്റെ മുൻപാകെ പ്രാർത്ഥിക്കുന്ന ഇസ്രായേൽ മക്കളായ ഞങ്ങൾ നിന്നോട് ചെയ്തിരിക്കുന്ന പാപങ്ങളെ ഏറ്റുപറയുകയും ചെയ്യുന്ന അടിയന്റെ പ്രാർത്ഥന കേൾക്കേണ്ടതിന് നിന്റെ ചെവി ശ്രദ്ധിച്ചും നിന്റെ കണ്ണു തുറന്നും ഇരിക്കണമേ. ഞാനും എന്റെ പിതൃഭവനവും പാപം ചെയ്തിരിക്കുന്നു. ഞങ്ങൾ നിന്നോട് ഏറ്റവും വഷളത്വമായി പ്രവർത്തിച്ചിരിക്കുന്നു. ഒരേൽപ്പിച്ചു കൊടുക്കുന്ന ഒരു അനുഭവം കടന്നു വരികയാണ്. കർത്താവിയെ തകർന്നു പോയി, ഞങ്ങളുടെ ജീവിതത്തിൽ തകർച്ച കടന്നു വന്നു. ഹാലലി, എന്നാൽ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് നമ്മുടെ കുറവുകളെ നമ്മൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക. നമ്മളാരും പെർഫെക്റ്റ് അല്ല, ഈ പറയുന്നത് ഞാൻ ഉൾപ്പെടെ. എന്നാൽ നമ്മൾ ഏൽപ്പിച്ച് പറയുക, കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ കുറവുകളുണ്ട്, ദൈവമേ ഞങ്ങൾ ക്ഷമിക്കണമേ. കർത്താവേ, ഈ ദിവസങ്ങളിൽ വീട് നിലവിളിക്കുവാൻ തക്കണം ഇടയായിത്തീരുന്നെങ്കിൽ നമ്മൾ ഭാരപ്പെടുന്ന വിഷയങ്ങൾ എന്തു തന്നെയായിരുന്നാലും, ഒരു ജോലി സംബന്ധമായ പ്രശ്നത്താൽ, ഒരു കടഭാരത്താൽ, ഒരു തലമുറയില്ലാത്ത അനുഭവത്തിൽ നീ ഭാരപ്പെടുകയാണോ? സ്വർഗത്തിലെ പൈതലെ, നീ പേടിക്കേണ്ട. കാരണം ഈ വചനം നിനക്ക് ജീവനും ചൈതന്യവും തരുന്നതാ. ഇരുവാഴ്ത്തലുള്ള വാളിനേക്കാളും മൂർച്ചയേറിയതാണ് ദൈവത്തിന്റെ വചനം. ഈ വചനം അതിശക്തമായി നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ തക്ക നമ്മുടെ ഏതിലും വീഴുക. ദൈവത്തിന്റെ സന്നിധിയിൽ. ആര് സന്നിധിയിലാണ് നീ വീഴേണ്ടത്? മനുഷ്യനോടല്ല, ദൈവത്തോട് തന്നെ നിലവിളിക്കുവാൻ നോക്കണം. യാക്കോബ് നിലവിളിച്ചു, കർത്താവ് നീ എന്നെ അനുഗ്രഹിച്ചാലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞ് രാത്രി മുഴുവൻ മല്ല് പിടിക്കുവാൻ നോക്കണം ഇടയായിരുന്നു. അപ്രകാരം ദൈവസന്നിധി നിലവിളിക്കുക, എന്നെ അനുഗ്രഹിച്ചാലാതെ സ്വർഗത്തിലെ ദൈവമേ കടന്നു പോകരുതേ എന്ന് ഞാൻ നിന്ന് സഹിച്ചു മടുത്തിരിക്കുന്നു. ദൈവത്തിന്റെ സന്നിധി തകരുവാൻ നോക്കണം ഇടയായി തീരുവാണെങ്കിൽ തീർച്ചയായിട്ടും എന്നെ വിടുതൽ നീ പ്രാപിക്കുവാൻ നോക്കണം ഇടയായി തീരും.